നമസ്കാരം. 2021-22 സാമ്പത്തിക വർഷത്തെ ഇൻകം ടാക്സ് ഫയലിംഗിന് സമയം ആയിരിക്കുകയാണ്. ശമ്പളം വാങ്ങുന്ന എല്ലാവരും നിർബന്ധമായും ഫയൽ റിട്ടേൺസ് ചെയ്യേണ്ടതാണ്. അതാത് ഓഫീസിൽ നിന്ന് DDO എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഫോം 16 ഇഷ്യൂ ചെയ്യുകയും അതനുസരിച്ച് ഉദ്യോഗസ്ഥർ ഇൻകം ടാക്സിന്റെ പോർട്ടലിൽ ഫയൽ ചെയ്യേണ്ടതുമാണ്. ഈ വർഷത്തെ ഫയൽ വളരെ ലളിതമായി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫയൽ ചെയ്യുന്നതിന് നമുക്ക് ആദ്യമായി വേണ്ടത് ഫോം 16 സ്റ്റേറ്റ്മെന്റ് ആണ്. അത് സ്കൈലാർക്ക് സോഫ്റ്റ്വെയറിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഓരോരുത്തരും അവരവരുടെ സ്കൈലാർക്ക് സോഫ്റ്റ്വെയറിന്റെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തതിനു ശേഷം ഹോം പേജിൽ തന്നെ ഫിനാൻഷ്യൽ ഇയർ 2021-22 എന്ന ഒരു ബോക്സ് കാണാവുന്നതാണ്. അതിൽ സാങ്ഷൻ സ്റ്റാറ്റസ് കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ഫോം നമ്പർ 16 എന്നും റിലീഫ് സ്റ്റേറ്റ്മെന്റ് ഉള്ളവർക്ക് അതും ഡൗൺലോഡ് ചെയ്യാനുള്ള 2 ബട്ടൺ കാണാവുന്നതാണ്. ഡൗൺലോഡ് ഫോം നമ്പർ 16 ചെയ്ത് ഫോം നമ്പർ 16 ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഫോം നമ്പർ 16ലെ പാർട്ട് B പരിശോധിക്കാവുന്നതാണ്. പാർട്ട് Bയിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഫയൽ ചെയ്യേണ്ടത്. ഫയൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇൻകം ടാക്സിന്റെ പോർട്ടൽ നമ്മുടെ മൊബൈലിലോ സിസ്റ്റത്തിലോ ഉള്ള ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. അവിടെ കാണുന്ന ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ കാണുന്ന എൻ്റർ യുവർ യൂസർ ID എന്ന ഭാഗത്ത് പാൻ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ബോക്സ് കാണാവുന്നതാണ്. അതിനു മുകളിലായി പ്ലീസ് കൺഫേം യുവർ സെക്യൂർ ആക്സസ് മെസ്സേജ് എന്ന ഒരു ചെക്ക് ബോക്സ് കാണാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ലോഗിൻ ആയിരിക്കുന്നതാണ്. നമ്മുടെ വിവരങ്ങൾ അവിടെ കാണാവുന്നതാണ്. ഇവിടെ വലതുവശത്തായി മുകളിൽ കാണുന്ന ഫോർ അസസ്മെന്റ് ഇയർ 2022-23 എന്നതിന് താഴെയുള്ള ഫയൽ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ വർഷത്തെ ഫയലിംഗ് ആരംഭിക്കാവുന്നതാണ്. ഫയൽ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അസസ്മെന്റ് ഇയർ സെലക്ട് ചെയ്യാനുള്ള ഒരു ബോക്സ് കാണാവുന്നതാണ്. അതിൽ സെലക്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് 2022-23 കറന്റ് അസസ്മെന്റ് ഇയർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓൺലൈൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻഡിവിജ്വൽ ഫയലിംഗ് ആയതുകൊണ്ട് ഇൻഡിവിജ്വൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ITR ഫോം സെലക്ട് ചെയ്യാനുള്ള ഒരു പേജ് കാണാവുന്നതാണ്. സെലക്ട് ITR ഫോം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ITR 1 സെലക്ട് ചെയ്ത് പ്രൊസീഡ് വിത്ത് ITR 1 എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ITR 1 വിവരിക്കുന്ന ഒരു പേജ് കാണാവുന്നതാണ്. അതിൽ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്തുകൊണ്ടാണ് ഫയൽ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ഒരു പേജ് കാണാവുന്നതാണ്. അതിൽ ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫയൽ ചെയ്യാനുള്ള പേജ് കാണാവുന്നതാണ്. ഇപ്പോൾ ഒരു മെസ്സേജ് ബോക്സ് അവിടെ കാണാവുന്നതാണ്. TDS അടച്ച ഉദ്യോഗസ്ഥരുടെ ഫോം 16ലെ ഇൻകം ടാക്സ് വിവരങ്ങൾ അതിൽ ഫിൽ ചെയ്തിട്ടുണ്ട്. ആയത് പരിശോധിച്ചാൽ മാത്രം മതി എന്നതാണ് ആ മെസ്സേജ് ബോക്സിൽ പറയുന്നത്. ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന ഓരോ ബോക്സും കൺഫേം ചെയ്ത് പോകേണ്ടതുണ്ട്. ആദ്യമായി പേഴ്സണൽ ഇൻഫർമേഷൻ എന്നെഴുതിയ ബോക്സിലെ പ്രൊവൈഡ് യുവർ കൺഫർമേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ വിവരങ്ങളും കോൺടാക്റ്റ് ഡീറ്റെയിൽസും കാണാവുന്നതാണ്. അതിനു താഴെ കാണുന്ന നേച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് എന്ന ഓപ്ഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് സെലക്ട് ചെയ്യുക. അതിനു താഴെ ഡ്യൂ ഡേറ്റിന് മുന്നേ ഫയൽ ചെയ്യുന്നതുകൊണ്ട് ഫയൽഡ് അണ്ടർ സെക്ഷൻ 139(1) എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം ആർ യു ഓപ്റ്റിംഗ് ഫോർ ന്യൂ ടാക്സ് റെജീം എന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. അവിടെ ഓൾഡ് ടാക്സ് റെജീം പ്രകാരമാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ നോ എന്നും ന്യൂ ടാക്സ് റെജീം പ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ യെസ് എന്നും സെലക്ട് ചെയ്യേണ്ടതാണ്. ഇത് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ഓൾഡ് ടാക്സ് റെജീം പ്രകാരമാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ നോ എന്നും ന്യൂ ടാക്സ് റെജീം പ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ യെസ് എന്നും സെലക്ട് ചെയ്യണം. അതിനു താഴെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കാണാവുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കാണുന്നില്ലെങ്കിൽ ഒരു അക്കൗണ്ടിന്റെയെങ്കിലും വിവരങ്ങൾ നിർബന്ധമായും നൽകേണ്ടതാണ്. ശേഷം കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പേഴ്സണൽ ഇൻഫർമേഷൻ കൺഫേം ആയതായി കാണാവുന്നതാണ്.
അതിനു താഴെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന ബോക്സ് ഇനേബിൾ ആയതായി കാണാവുന്നതാണ്. അതിൽ പ്രൊവൈഡ് യുവർ കൺഫർമേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന എല്ലാ ഓപ്ഷനും കൺഫേം ചെയ്യേണ്ടതുണ്ട്. അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ കൺഫേം ചെയ്യാവുന്നതാണ്. സെക്ഷൻ 10 പ്രകാരമുള്ള വിവിധ എക്സംഷനുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ആയതിനാൽ ഓരോന്നും സെലക്ട് ചെയ്ത് കൺഫേം ചെയ്യുക. ഉദാഹരണത്തിന് ഹൗസ് റെന്റ് അലവൻസ്, ലീവ് ട്രാവൽ അലവൻസ് എന്നിവ ഉള്ളവർ എസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആയതിന്റെ വിവരങ്ങൾ നൽകേണ്ടതാണ്. എല്ലാം കൺഫേം ആക്കിയതിനു ശേഷം കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇൻകം സോഴ്സ് വിവരങ്ങൾ ചേർക്കാനുള്ള പേജ് കാണാവുന്നതാണ്. അതിൽ ഇൻകം ഫ്രം സാലറി എന്നതിന് നേരെ കാണുന്ന എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഫോം 16ലെ പാർട്ട് ബിയിൽ സീരിയൽ നമ്പർ 1ലുള്ള ടോട്ടൽ സാലറി ഇൻകം എന്നതിന് നേരെ കാണുന്ന ഫിഗർ കോപ്പി ചെയ്ത് സാലറി ആസ് പെർ സെക്ഷൻ 17(1) എന്നതിന് നേരെ കാണുന്ന ബോക്സിൽ ചേർക്കുക. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 16 എന്നതിന് താഴെ കാണുന്ന പ്രൊഫഷണൽ ടാക്സ് അണ്ടർ സെക്ഷൻ 16 എന്നതിന് നേരെ ഫോം 16ലെ 2500 എന്ന ഫിഗർ ചേർക്കേണ്ടതാണ്. കൊടുത്ത വിവരങ്ങൾ പരിശോധിച്ചതിനു ശേഷം താഴെ കാണുന്ന സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻകം ഫ്രം സാലറി എന്ന ബോക്സിന് താഴെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ബോക്സ് കാണാവുന്നതാണ്. ഇവിടെയാണ് HBA ലോൺ വിവരങ്ങൾ അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ വിവരങ്ങൾ ചേർക്കേണ്ടത്. അവിടെ കാണുന്ന ആഡ് ഓർ എഡിറ്റ് ഡീറ്റെയിൽസ് ഓഫ് ബ്രേക്കപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ കാണുന്ന ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി എന്നത് സെൽഫ് ഓക്യുപ്പൈഡ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോം 16ലെ സീരിയൽ നമ്പർ 7ലുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നതിന് നേരെ കാണുന്ന ഫിഗർ കോപ്പി ചെയ്യുക. അത് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ബോറോവ്ഡ് ക്യാപിറ്റൽ എന്നതിന് നേരെ കാണുന്ന ബോക്സിൽ ചേർക്കുക. ശേഷം ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ബോക്സിന് താഴെ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ബോക്സ് കാണാവുന്നതാണ്. ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഷെയർ മാർക്കറ്റുകളിൽ ഡിവിഡൻഡ് ലഭിച്ചിട്ടുണ്ടെങ്കിലോ ആ വരുമാനത്തിന്റെ ടാക്സ് ഇവിടെ ചേർത്തതായി കാണാവുന്നതാണ്. അത് കൺഫേം ചെയ്യുക. ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കൺഫേം ആയതായി കാണാവുന്നതാണ്. ഇനി നമ്മുടെ സാലറി ഡിഡക്ഷൻസ് ആണ് ചേർക്കേണ്ടത്. അതിന് താഴെ കാണുന്ന ടോട്ടൽ ഡിഡക്ഷൻസ് എന്ന ബോക്സിൽ പ്രൊവൈഡ് യുവർ കൺഫർമേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന എല്ലാ ഓപ്ഷനുകളും കൺഫേം ആക്കേണ്ടതുണ്ട്. ആർ യു എലിജിബിൾ ടു ക്ലെയിം എനി ഡിഡക്ഷൻ ഫോർ ഡൊണേഷൻ പെയ്ഡ് എന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഡൊണേഷനോ CMDRF ഫണ്ട് കൊടുത്തതോ ആണ് ചേർക്കേണ്ടത്. ആയത് ഉണ്ടെങ്കിൽ എസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ തുക അവിടെ ചേർക്കുക. ഇല്ലെങ്കിൽ നോ എന്ന് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഓരോ ഓപ്ഷനും ഉണ്ടെങ്കിൽ എസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും കൺഫേം ചെയ്യേണ്ടതാണ്. അതിനു താഴെ ATC എന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. അതിൽ എസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഫോം 16ലെ സീരിയൽ നമ്പർ 9 നേരെ കാണുന്ന ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C എന്നതിന് നേരെ കാണുന്ന ഫിഗർ കോപ്പി ചെയ്യുക. ആ തുക അവിടെ ചേർക്കുക. തൊട്ടു താഴെ സെക്ഷൻ 80CCD2 എന്നത് നോ എന്ന് സെലക്ട് ചെയ്യുക. മെഡിക്ലെയിം ഉണ്ടെങ്കിൽ സെക്ഷൻ 80D എന്നത് എസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ആയതിന്റെ തുക അവിടെ ചേർക്കുക. ഇല്ലെങ്കിൽ നോ എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഹയർ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടെങ്കിൽ സെക്ഷൻ 80E എന്നതിന് താഴെ കാണുന്ന എസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആയതിന്റെ തുക അവിടെ ചേർക്കുക. ഇല്ലെങ്കിൽ നോ എന്ന് സെലക്ട് ചെയ്യുക. മുകളിൽ കാണുന്ന ഡിഡക്ഷൻസ് കൂടാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ ആർ യു എലിജിബിൾ ടു ക്ലെയിം എനി അതർ ഡിഡക്ഷൻ എന്നതിൽ എസ് ക്ലിക്ക് ചെയ്യുക. 80CCD1 എന്നതിന് നേരെ 1,50,000 രൂപ വരെയുള്ള NPS കോൺട്രിബ്യൂഷനും 80CCD1B പ്രകാരം 50,000 രൂപ വരെ NPS കോൺട്രിബ്യൂഷനും കാണിക്കാവുന്നതാണ്. ശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ചേർത്തിരിക്കുന്ന ഓരോ ഡിഡക്ഷനും കാണാവുന്നതാണ്. അതിനു താഴെ കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടോട്ടൽ ഡിഡക്ഷൻസ് കൺഫേം ആയതായി കാണാവുന്നതാണ്. അതിനു താഴെ ടാക്സ് പെയ്ഡ് എന്ന ബോക്സിൽ പ്രൊവൈഡ് യുവർ കൺഫർമേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വിവിധ തരത്തിൽ ടാക്സ് അടച്ച വിവരങ്ങൾ ഇവിടെ കാണാവുന്നതാണ്. സാലറിയിൽ നിന്നും TDS ആയി പിടിച്ച തുക, അതുകൂടാതെ ട്രഷറിയിൽ നേരിട്ട് അടച്ച തുക, ബാങ്കിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത തുക എന്നിവ ഇവിടെ കാണാവുന്നതാണ്. അവ ശരിയാണെങ്കിൽ കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അടച്ച തുകയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. അത് ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമേ കൺഫേം ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ
ടാക്സ് പെയ്ഡ് എന്നത് കൺഫേം ആയതായി കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ സോഴ്സും ടോട്ടൽ ഡിഡക്ഷൻസും ആയതിൻ്റെ ടാക്സ് കൊടുത്ത വിവരങ്ങളും ചേർത്ത് കഴിഞ്ഞു. ഇതിനു പുറമെ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കാനുണ്ടെങ്കിലോ റിലീഫ് ആയി കിട്ടുന്നതിന് റിലീഫ് കാൽക്കുലേഷൻ ചെയ്യാനുണ്ടെങ്കിലോ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എന്ന ബോക്സിലെ പ്രൊവൈഡ് യുവർ കൺഫർമേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ടോട്ടൽ വരുമാനത്തിൻ്റെയും ആയതിൻ്റെ ഡിഡക്ഷൻസിൻ്റെയും വിവരങ്ങൾ കാണാവുന്നതാണ്. ആയത് ഫോം 16മായി കമ്പയർ ചെയ്ത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക. അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് റിലീഫ് അണ്ടർ സെക്ഷൻ 89. ഫോം 16 പ്രകാരമോ അല്ലാതെയോ റിലീഫ് ഡിക്ലെയർ ചെയ്യാനുണ്ടെങ്കിൽ ഫിൽ ഫോം 10E ടു ക്ലെയിം റിലീഫ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണുന്ന ബോക്സിലെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിലീഫ് കാൽക്കുലേഷൻ കാണാനുള്ള ഒരു പേജ് നമുക്ക് കാണാം. ആവശ്യമായ വിവരങ്ങൾ ചേർത്ത് സേവ് ചെയ്യുക. റിലീഫ് ആവശ്യമില്ലാത്തവർ റിലീഫ് അണ്ടർ സെക്ഷൻ 89 ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ വിവരങ്ങളും ചേർത്തതിനു ശേഷം കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാ ബോക്സുകളും കൺഫേം ആയതായി കാണാവുന്നതാണ്. ITR 1 ഫോമിൽ നമ്മൾ ചേർത്ത വിവരങ്ങൾ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായി താഴെ കാണുന്ന പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചേർത്ത വിവരങ്ങളുടെ ചെറിയൊരു രൂപം ഇവിടെ കാണാവുന്നതാണ്. ആയതിൻ്റെ മുഴുവൻ വിവരങ്ങൾ കാണുന്നതിനായി പ്രിവ്യൂ റിട്ടേൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് നമ്മൾ തന്നെയാണെന്ന് ഡിക്ലെയർ ചെയ്യുന്നതിനായി അവിടെ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് ടു പ്രിവ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ITR 1 ഫോമിൽ ചേർത്ത മുഴുവൻ വിവരങ്ങളും കാണാവുന്നതാണ്. അത് കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആയത് തിരികെ ചെന്ന് എഡിറ്റ് ചെയ്യേണ്ടതാണ്. മുകളിൽ കാണുന്ന എല്ലാ വിവരങ്ങളും വാലിഡേഷൻ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ ഇൻകം ടാക്സ് ഫയലിംഗ് പൂർത്തിയാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വാലിഡേഷൻ സക്സസ്ഫുൾ ആയി കാണാവുന്നതാണ്. ശേഷം പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ഓപ്ഷനിലൂടെ നമുക്ക് വെരിഫൈ പൂർത്തിയാക്കാവുന്നതാണ്. ഇവിടെ കാണുന്ന 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് വെരിഫിക്കേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. ഇതിൽ വെരിഫൈ നൗ റെക്കമെൻഡഡ് എന്ന ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ആദ്യത്തെ ഓപ്ഷനായ ഐ വുഡ് ലൈക്ക് ടു വെരിഫൈ യൂസിങ് OTP ഓൺ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് വിത്ത് ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഐ എഗ്രി ടു വാലിഡേറ്റ് മൈ ആധാർ ഡീറ്റെയിൽസ് എന്നതിന് നേരെ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് ജനറേറ്റ് ആധാർ OTP എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോണിലേക്ക് ഒരു 6 അക്ക OTP നമ്പർ വരുന്നതാണ്. ഈ നമ്പർ വെരിഫൈ OTP എന്ന് കാണുന്ന ബോക്സിലേക്ക് എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സബ്മിഷൻ കൺഫേം ചെയ്യാനുള്ള ഒരു പേജ് കാണാവുന്നതാണ്. അതിൽ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇൻകം ടാക്സ് ഫയലിംഗ് പൂർത്തിയായിരിക്കുകയാണ്. ആയതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ് ഇവിടെ കാണുന്നത്. ആയതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ മൊബൈലിലേക്കും ഇമെയിൽ ID യിലേക്കും വരുന്നതാണ്.